മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഓണക്കാലം വരാൻ പോകുന്നു. സന്തോഷത്തിൻ്റെയും സംതൃപ്തിയുടെയും ഒരു ഓർമ്മ. മഹാബലിയെ സ്വീകരിക്കുന്നതാവട്ടെ, വാമനനെ സ്വീകരിക്കുന്നതാവട്ടെ, രണ്ടായാലും ഭാഗവതവും മഹാഭാരതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ബൈബിളും ഖുറാനുമായിട്ട് ബന്ധപ്പെട്ടതല്ല. ഭാഗവതവും മഹാഭാരതവും ഭാരതീയരുടെ ഗ്രന്ഥമാണ്. ആധാരമെടുത്താൽ ഹിന്ദുക്കളുടെ ഗ്രന്ഥമാണ്. അതിവിടുത്തെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ ഇവിടുത്തെ എല്ലാവരുടെയും ഗ്രന്ഥമാണ്. ഞങ്ങളുടേതല്ല എന്ന് അവർ പറയുകയാണെങ്കിൽ അവരുടെ തലയിൽ കെട്ടിവെക്കേണ്ട ബാധ്യത നമുക്കില്ല. ഏതായാലും ആ ഓണക്കാലം എന്തെല്ലാം ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും മദ്യത്തിന് അടിമയാകുന്ന ഒരു പ്രവൃത്തിയും നമ്മൾ ചെയ്യരുത്. ഓണക്കാലം മദ്യം കഴിക്കേണ്ട കാലം അല്ല. കേരളം ഇന്ന് ഒരു അഗ്നിപർവ്വതത്തിന്റെ മുകളിലാണെന്ന് പ്രഗത്ഭരായിട്ടുള്ള ഡോക്ടർമാർ പറയുന്നു. ഹാർട്ട് അറ്റാക്ക്, ക്യാൻസർ, ഹൈപ്പർ അസിഡിറ്റി, പ്രത്യേക തരത്തിലുള്ള രോഗങ്ങൾ സാമ്പത്തികമായിട്ടും വിദ്യാഭ്യാസപരമായും കൂടുന്നതിനനുസരിച്ച് രോഗത്തിൻ്റെയും രോഗികളുടെയും എണ്ണം കുറയുന്നതിന് പകരം രോഗത്തിൻ്റെയും രോഗികളുടെയും രോഗമുണ്ടെന്ന് ധരിക്കുന്നവരുടെയും എല്ലാം എണ്ണം കൂടുകയാണ്. അത് ആശുപത്രിക്കാർ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ട്. ഓർമ്മിക്കാനുള്ളത്, രോഗം വരികയാണെങ്കിൽ ചികിത്സിക്കണം, രോഗം വരുത്തി ചികിത്സിക്കേണ്ടി വരരുത്. ഓർമ്മിക്കാനുള്ളത്, ഒരു കാരണവശാലും ഓണക്കാലം അല്ലെങ്കിൽ അതുപോലെയുള്ള ആഘോഷകാലം മദ്യത്തിൻ്റെ കാലമാവരുത്. രണ്ട്, മറ്റൊരു മൃഗത്തിൻ്റെ ഇറച്ചിയും ചോരയും കഴിച്ച് ഓണം ആഘോഷിക്കരുത്. പൂർവികമായ നന്മകൾ തിരിച്ചു കൊണ്ടുവന്ന് ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആധുനികവും പുരാതനവുമായ പുരാധുനിക അറിവുകൾ ധന്യമായിട്ട് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആ ജന്തുക്കളുടെ കഴുത്ത് പച്ചയ്ക്ക് ജീവനോടെ അറുത്ത് അതിൻ്റെ വേദനയുടെ ശാപം ഈ ഓണക്കാലത്ത് നിങ്ങളുടെ തലയിൽ വീഴാതിരിക്കട്ടെ. ഇപ്പം മദ്യം ഒഴിവാക്കാം, മാംസവും ചോരയും ഒഴിവാക്കാം. ആവശ്യത്തിൽ കൂടുതൽ ആഡംബരത്തിലേക്ക് ലോൺ എടുത്ത് ചെന്ന് പെടരുത്. ജീവിതത്തിൽ ആഡംബരം വേണം, സുഖ സൗകര്യങ്ങൾ വേണം, നന്മകൾ വേണം. ഫ്രീ ലഭിക്കുന്നുണ്ടെന്ന പേരിൽ നമ്മൾ ചെന്ന് ചാടുന്ന പലതും നല്ലതോ ചീത്തയോ, അഫോർഡ് ചെയ്യാൻ പറ്റുന്നതോ അഫോർഡ് ചെയ്യാൻ പറ്റാത്തതോ അന്നും അറിഞ്ഞുകൂടാ. പക്ഷെ ജീവിതത്തിൽ കുറേയൊക്കെ ബുദ്ധിമുട്ടുകളും കുറേയൊക്കെ ദുഃഖങ്ങളും റെസ്ട്രിക്ഷൻസും എല്ലാം ഉണ്ടാവണം. എന്തും ഏതും ചെല്ലും ചെലവും കൊടുത്ത് ജീവിക്കുന്ന ഒന്നിൽ നിന്ന് മാറേണ്ടി വന്നാൽ അപ്പോൾ ഉണ്ടാവുന്ന ദുഃഖം നിങ്ങൾക്കുണ്ടാവാതിരിക്കണം. അതിന് ജീവിത ശൈലിയിൽ ഞാൻ പല കമ്പനികളുടെയും അഡ്വർടൈസ്മെന്റ് ഇന്നലെയും ഇന്നും കണ്ടു. 450 കോടി രൂപയുടെ ബിസിനസ് ഓണക്കാലത്ത്, 1600 കോടി രൂപയുടെ ബിസിനസ് ഓണക്കാലത്ത്, 1000 കോടി രൂപയുടെ ബിസിനസ് ഓണക്കാലത്ത് ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ധാരാളം വ്യക്തികൾ, ധാരാളം പ്രോഡക്റ്റുകൾ വരുന്നുണ്ട്. ചിന്തിക്കാനുള്ളതാണ്. ചിന്തിക്കണം. അത്രയും അധികം ആഡംബരം വേണോ? ആവശ്യത്തിനെല്ലാം വേണം. എന്തെല്ലാമാണോ നിങ്ങളുടെ ജീവിതത്തിന് അത്യാവശ്യമുള്ളത്, അത്യാവശ്യമുള്ളതൊന്നും ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. ആവശ്യമുള്ളത് ഇപ്പോൾ വേണോ പിന്നെ വേണോ തീരുമാനിക്കാം. അനാവശ്യമായിട്ടുള്ളത് പൂർണ്ണമായിട്ടും ഒഴിവാക്കാം. അത്യാവശ്യമുള്ളത് മേടിക്കാം, ആവശ്യമുള്ളത് ഇപ്പോൾ വേണോ പിന്നെ വേണോ എന്ന് നോക്കിയിട്ട് മേടിക്കാം. അനാവശ്യമായിട്ടുള്ളത് പൂർണ്ണമായിട്ടും ഒഴിവാക്കാം. ജീവിതത്തിൽ വേണ്ടതും ആഗ്രഹിച്ചതും എല്ലാം കിട്ടുന്നതല്ല സുഖം. ആഗ്രഹിച്ചതും വേണ്ടതും ലഭിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന പ്രവൃത്തിയിലൂടെ പോകുമ്പോഴാണ് സുഖം. അതാണ് സന്തോഷം. അപ്പോ ഈ ഓണക്കാലത്ത്
മഹാബലിയെ വെച്ചാലും വാമനനെ വെച്ചാലും ഓർമ്മിക്കുക, നല്ലൊരു മഹാബലിയുടെ ചിത്രമേ വെക്കാവൂ. മഹാബലിക്കൊരു കൊടവയറും വിരൂപമായിട്ടുള്ള ചിത്രവും കറുത്ത പൂണൂലും, അത് ഇടത്ത് നിന്ന് വലത്തോട്ടും ഇടുന്നതിന് പകരം വലത്ത് നിന്ന് ഇടത്തോട്ടും. പിണ്ടകർമ്മം ചെയ്യാനാണ് പൂണൂല് വലത്ത് നിന്ന് ഇടത്തോട്ട് ചെയ്യുക. ബാക്കിയെല്ലാം ഇടത്തുനിന്ന് വലത്തോട്ടാണ്. ഇടത്തെ തോളിൽ പൂണൂല്, വലത്തോട്ട്. പൂണൂലിടുന്ന നിർബന്ധമൊന്നുമില്ല, ഉണ്ടെങ്കിലുള്ള കാര്യം പറഞ്ഞതാണ്. ഗതകാല നന്മകള് ഓർമ്മിക്കാനുള്ളതാവണം ഓണവും. ഓരോ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും നമ്മുടെ പൈതൃകത്തിലേക്ക് തിരിഞ്ഞു നോക്കുന്ന ഒരു കാലവുമാകണം. മറ്റ് മതക്കാർക്ക് അതിന് താല്പര്യം ഉണ്ടെങ്കിൽ. പക്ഷേ ഹൈന്ദവ ആചാരങ്ങളെ തികച്ചും വികൃതമാക്കി ഓണപ്പൂക്കളമിട്ട് നടുക്ക് കുരിശു വെക്കുന്ന പരിപാടി, അത് ഓണത്തിൻ്റെതല്ല. അത് ശരിക്കും കോപ്പി ആൻഡ് പേസ്റ്റാണ്. അതൊക്കെ ചതിയും വഞ്ചനയുമാണ് അതിൻ്റെ പുറകിലുള്ളത്. KR നാരായണന്റെ ഒരു ക്രിമേഷൻ ഗ്രൗണ്ട് ഡൽഹിയിൽ കൊണ്ടുപോയി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ് വെച്ചിട്ടുള്ളത് ജനം TV-യിൽ വന്നുകൊണ്ടേയിരുന്നു. കാരണം ഭാവിയിൽ ആ പള്ളിയിലേക്ക് വരുന്നവരൊക്കെ കാണണം ഇന്ത്യൻ പ്രസിഡന്റ്, അതും KR നാരായണൻ എന്നാണ് പേര്. അവരുടെ വീട്ടുകാർ ആരും അറിയാതെ അങ്ങനെ ഒരു ശവക്കല്ലറ ഉണ്ടാക്കാം. 2 വർഷമായിട്ട് ബോധമില്ലാതെ കിടക്കുന്ന സ്ത്രീയെ പള്ളിയിൽ അടക്കാം. എന്നിട്ട് ഭർത്താവിൻ്റെയും ചെയ്തേക്കാം. 100% രണ്ടുപേരും ഹിന്ദു ആയിരുന്നിട്ടും ഇത് ചെയ്യുന്നതിന്റെ പുറകില് ഭാവി തലമുറ അറിയണം, അതെയോ ഇന്ത്യൻ പ്രസിഡന്റും അദ്ദേഹത്തിന്റെ ഭാര്യയും ക്രിസ്ത്യാനികളായിരുന്നു അല്ലേ. അപ്പോ ഈ വേദത്തിലെ പ്രജാപതി യേശുക്രിസ്തു ആണെന്ന് പറഞ്ഞ് തറ വിലയുള്ളതിന്റെ വില കൂട്ടുന്ന മാതിരി ക്രിസ്തുമതം സ്വീകരിച്ചവന്റെ നിലവാരം കൂട്ടാൻ ക്രിസ്തുമതം സ്വീകരിച്ചതില് ഇന്ത്യൻ പ്രസിഡന്റും ഉണ്ട് എന്ന് നാരായണനെ ശവക്കല്ലറയിൽ അടക്കുമ്പോൾ കാണുമല്ലോ. അങ്ങനെ ഉയർത്തുക, കൂട്ടത്തിലുള്ള വിലയില്ലാത്തതിന്റെ വില കൂട്ടുക. അങ്ങനെയാണ്. ഞാൻ പടം വരച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന് വിലയുണ്ടാവില്ല. അതേ നഗ്ന ചിത്രത്തിന് 3 കോടിയും 4 കോടിയും കിട്ടാൻ വരച്ചവന്റെ തലയ്ക്കകത്തുള്ള പേരാണ് ഉപയോഗിക്കുക. അപ്പൊ തറ കാര്യത്തിനെ ഉയർത്താൻ ഉയർന്നവന്റെ കൂട്ടത്തിൽ തറ വയ്ക്കുക. അതാണ് അവിടെ സംഭവിക്കുന്നത്. ഓണത്തിന്റെ പേരിലും ദീപാവലിയുടെ പേരിലും വിജയദശമിയുടെ പേരിലും ശിവരാത്രിയുടെ പേരിലും എല്ലാം ക്രൈസ്തവര് കാണിച്ചു കൂട്ടുന്നത് മതസൗഹാർദ്ദത്തിന്റെയോ സഹകരണത്തിന്റെയോ അല്ല, അത് ചതിയുടെയും വഞ്ചനയുടെയും പറ്റിക്കലിന്റെയോ ആണ്. അല്ലെങ്കിൽ എടുത്തത് അതേപോലെ എടുക്കണം. കൊടിമരം എടുത്താൽ കൊടിമരം പോലെ എടുക്കണം, അതിന്റെ മുകളിൽ കുരിശു വെക്കരുത്. നിലവിളക്ക് എടുത്താൽ നിലവിളക്ക് പോലെ വെക്കണം, അതിന്റെ മുകളിൽ കുരിശു വെക്കരുത്. ഓണം ഓണം പോലെ ആഘോഷിക്കണം, നടുക്ക് കുരിശു വെക്കരുത്. വിഷുക്കണി കാണുമ്പോഴത്തേക്കും എല്ലാം വെച്ചു, നടുക്ക് കുരിശും വെച്ചു. യേശു ക്രിസ്തുവിനെ ആണിയടിച്ച തൂക്കുകയർ എന്ന് പറയുന്ന സാധനം മഹാത്മാഗാന്ധിയെ പൂജിക്കുന്ന സമയത്ത് മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊന്ന തോക്ക് പൂജിക്കുന്ന മാതിരിയാണ്. അതുകൂടി അറിയണം നമ്മൾ. ഇങ്ങനെ ഓണം ധന്യമാവട്ടെ, നമ്മുടെ പൈതൃകം പഠിക്കാനും പഠിപ്പിക്കാനുമുള്ള ഒരു അവസരവും കൂടി ആവട്ടെ. വളരെ ധന്യമായിട്ടുള്ളൊരു ഓണം സാവധാനത്തിലേ വരുന്നുള്ളൂ. അതിനു മുമ്പ് തന്നെ പറയാൻ കാരണം, നല്ല രീതിയിൽ ആർട്ടിഫിഷ്യൽ അല്ലാതെ കൃത്രിമമല്ലാതെ നാച്ചുറലായിട്ടുള്ള ഒരു ഓണാഘോഷം, നാച്ചുറലായിട്ടുള്ള ഭക്ഷണം, നാച്ചുറലായിട്ടുള്ള ചടങ്ങുകൾ, കീഴ്വഴക്കങ്ങൾ, നാച്ചുറലായിട്ടുള്ള ആചാരങ്ങൾ, അത് നമ്മളെ മിതവ്യയത്തിലേക്കും നമ്മൾ കഴിക്കുന്നതും ഉപയോഗിക്കുന്നതിൻ്റെ നിലവാരം ആഡംബരത്തിലും ക്രോസ് ചെയ്തു പോകാതെയും ഇരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കട്ടെ. പ്രണാമം, നമസ്കാരം.